നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നില്ലേ നമുക്ക് ഒരു റിഡക്ഷൻ സെയിലാണ്. കുറച്ച് സാരിയുള്ളൂ. പിന്നെ എന്നാ കാണിക്കാം, കൂടുതൽ പറഞ്ഞിതാക്കുന്നില്ല. ഇതാ നല്ല ചന്തേരിയുടെ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ഒരു സാരി. അതെ, ഈ ഉണ്ടല്ലോ റിഡക്ഷൻ സാരികൾ എന്ന് പറയുമ്പോൾ നമുക്കതിന് റീസ്റ്റോക്കോ പിന്നെ ഈ പറയുന്ന പോലെ ബൾക്കായിട്ടുള്ള സ്റ്റോക്കോ ഒന്നും കാണത്തില്ല. പലരും ഈ റിഡക്ഷൻ സെയിലിനകത്ത് ചോദിച്ച സാരികൾ കിട്ടിയില്ലെങ്കിൽ വരെ പിണങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് റീസ്റ്റോക്ക് വരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ അതിൻ്റെ പെട്ടെന്ന് തീർന്നു പോയി എന്ന് പറയുമ്പോൾ ഇതെന്നു വെച്ചാൽ ഒരു പീസൊക്കെ വരുന്ന സിംഗിൾ പീസ് വരുന്നതൊക്കെയാണ് നമ്മൾ ഇങ്ങനെ റിഡക്ഷൻ സെയിലിന് വേണ്ടിയിട്ടിരുന്നത്. അങ്ങനെ അത് റീസ്റ്റോക്ക് കൊണ്ടുവരാനാണെങ്കിൽ പിന്നെ നമ്മളത് റിഡക്ഷൻ സെയിലിന് ഇടേണ്ട കാര്യമില്ല, അതിൻ്റെ കൂടെ തന്നെ വെച്ച് സെയിലാക്കിയാൽ പോരെ. അപ്പോൾ നമ്മൾ കുറേ ബൾക്ക് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ട് അതിന് സ്റ്റോക്ക് ഒത്തിരി വരുമ്പോഴാണ് നമ്മളതിനെ ഇറക്കി വിടുക എന്ന് പറയുന്നത്. എൻ്റെ ഭാഷ പറഞ്ഞാൽ ഇറക്കി വിടണം എന്ന് പറയും. വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഡെഡ് സ്റ്റോക്ക് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് കിട്ടിയ വില താന്നിട്ടാണെങ്കിൽ പോലും അത് ഇറങ്ങിപ്പോകുന്നതാണ് നമുക്കും മറ്റുള്ളവർക്കും നല്ലത്. മറ്റുള്ളവർക്കും അത് നല്ലത് തന്നെ. നല്ല പുതുപുത്തൻ സാരികൾ തന്നെയാണ്. ബൾക്ക് ക്വാണ്ടിറ്റി ഒരു സമയത്ത് വന്നതിൻ്റെ മിച്ചമായിട്ട് വരുന്നതാണ്. അപ്പോൾ പുതുപുത്തൻ സാരികൾ തന്നെയാണ് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്നത്. ഹോൾസെയിൽ റേറ്റിന് നാന്നായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ല പിസ്ത ഗ്രീൻ ഷെയ്ഡിലുള്ള ചന്തേരിയുടെ സാരി നോക്ക്. നല്ല ഫുള്ള് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഉണ്ട്, ഇത് മുന്താണിയാണ്. ഈ പാർട്ട് മുന്താണിയാണ്. നല്ലൊരു ഹാൻഡ്ലൂം കോട്ടൺ. ഇതിപ്പോൾ ശരിക്കും ചന്തേരിയുടെ മെറ്റീരിയലാണെന്ന് പറഞ്ഞാൽ ഒരു ഹാൻഡ്ലൂം കോട്ടൻ്റെ ഫീൽ തരും കേട്ടോ. ഇതുണ്ടോ, ബോഡി ഫുള്ള് ബുട്ടായ ഒരു എന്നാ പറയുന്നത്, ഒരു നല്ലൊരു നീറ്റ്നെസ് ഉള്ള സാരി. നല്ല നീറ്റായിട്ട് ഉടുത്തൊക്കെ കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കും, നല്ല ഭംഗിയായിട്ടിരിക്കും. ബ്ലൗസ് പ്ലെയിനാണ്, പിസ്ത ഗ്രീൻ തന്നെ പ്ലെയിൻ ബ്ലൗസ്. ഇതാണ് സാരി. ഇതിൻ്റെ ഒറിജിനൽ റേറ്റും അല്ലാത്ത റേറ്റും കൂടെ ഞാൻ പറയാം കേട്ടോ. എനിക്ക് 6 8 കണ്ട അറിയത്തില്ലെന്നേ കണ്ണു. ഇതിൻ്റെ വിലയെ 940 ഇപ്പോഴത്തെ വില 699 രൂപ. നല്ല സാരിയാണ്. നല്ല നിറച്ച് ഫുള്ള് എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ള സാരി. ഡെയിലി യൂസിന് നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പുതുപുത്തൻ സാരിയുമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. പൊട്ടിക്കുക പോലും ചെയ്യാത്ത സാരീസ്. സാധാരണ എല്ലാവരും റിഡക്ഷൻ സെയിലിന് ഇടുന്ന കടയിലൊക്കെ കാണിച്ച് ഇങ്ങനെ എടുത്ത് ഉടച്ച് അങ്ങനെയൊക്കെ വന്നേക്കുന്ന സാരികളാണ് മെജോറിറ്റി റിഡക്ഷൻ സെയിലിന് വന്നേക്കുന്നത്. നമ്മളിപ്പോൾ ഈ സാരിയൊക്കെ പൊട്ടിക്കാത്ത സാരികളാണ്. വേണ്ട, ഇത് പിങ്ക് ഒനിയൻ പിങ്ക് കളർ. ഇതാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക്. മറ്റേ സാരി തന്നെ കളറിൽ മാത്രം വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ബ്ലൗസ് പ്ലെയിന്, സെയിം മെറ്റീരിയലിൻ്റെ പ്ലെയിൻ ബ്ലൗസ്. അടുത്ത് അതിൻ്റെ ഗ്രേ ഷെയ്ഡ് കണ്ടോ. നല്ലൊരു നീറ്റ്നെസ് ഉണ്ട്. ഞാനതാ പറയുന്നത്, നല്ല വൃത്തിയായിട്ട് പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി. ആ ഗ്രേ ഷെയ്ഡ് അല്ലെങ്കിൽ ആഷ് കളറിൽ കൂടെ ഈ ഒരു പിങ്കിൻ്റെ എംബ്രോയ്ഡറി പോയേക്കുന്നൊക്കെ ഒരു നല്ല വൃത്തിയുണ്ട് കാണാൻ. പിന്നെ നമുക്ക് വേണമെങ്കിൽ സെയിം ബ്ലൗസ് അല്ലാതെ വേറെ ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടുകയും ചെയ്യാം. ഇത്രയും റേറ്റല്ലേ ഉള്ളൂ സാരിക്ക്. ചന്തേരിയുടെ നല്ല പ്യുവർ ചന്തേരി അല്ല കേട്ടോ. പ്യുവർ ചന്തേരിയൊക്കെ 2000-4000 രൂപയാവും വില. ഇതാ നല്ലൊരു പീച്ച് കളർ. ഇനി ഈ സാരിയില്ലേ, ഈ സാരി ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആൾക്കാരുടെ പിണക്കവും പരിഭവവും ഒക്കെ കാരണം ഈ സാരി സത്യത്തിൽ പുത്തൻ സാരിയായിരുന്നു. ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം ഡിസ്കൗണ്ട് സെയിലിന് ഇട്ടത്. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ ചെറിയ വ്യത്യാസമുണ്ട്. അന്നിട്ട ഡിസൈൻ, അതായത് ബോഡിയിലത്തെ ഡിസൈൻ അല്ല ഈ ഡിസൈൻ. പക്ഷേ ഈ സാരിക്ക് അങ്ങോട്ട് കണ്ടമാനം ഓർഡറാണ്. ഞങ്ങളുടെ ആകെപ്പാടെ ഒറ്റ പീസ് വെച്ച് ഒറ്റ ബണ്ടിലിൻ്റെ ഓരോ പീസ്, അതായത് ഈ ഒരു സാരി വരുന്നേ ഉള്ളൂ. ഒരു ബണ്ടിലിനകത്ത് 5 കളർ 6 കളറും കണ്ടാണ് വരുന്നത്. അതുപോലെ ഓർഡർ. എന്നിട്ട് വീഡിയോ കുറച്ച് നേരം കഴിയുമ്പോൾ സാരി തീർന്നു പോയി കഴിഞ്ഞപ്പോഴത്തേന് ഇതെന്തോ ഇത്ര മിനിറ്റ് ആയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയച്ചു തരുമോ വട്ടത്തിലൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് ഇപ്പോഴേ ആ സാരി തീർന്നു. എന്നുവെച്ചാൽ ഒരു പീസല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ആവശ്യം വന്നുകൊണ്ടാണ് ഇതിൻ്റെ വേറെ ഒരു ഡിസൈൻ ചെയ്തത്. ഞാനോർത്ത് ഒരു ഡിസൈൻ ഓൺലൈനിൽ ഡിസ്കൗണ്ട് സെയിൽ കൊടുക്കുക, ഒരു ഡിസൈൻ ഷോപ്പിൽ ഇടാം എന്ന് തന്നെ ഞാൻ വെച്ചിരുന്നത്. പക്ഷെ അതും കൂടെ ഞാൻ ഓൺലൈനിൽ ഡിസ്കൗണ്ട് സെയിലിനങ്ങ് തന്നേക്കാം എന്ന് വിചാരിക്കുന്നത്. ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല ഭംഗിയാണ് ഈ റേറ്റിന്. ഒത്തിരി നല്ല സാരിയാണ്.
റേറ്റ് എനിക്ക് തോന്നുന്നു 899 രൂപ. 1499 രൂപയുടെ സാരിയാണ്. 899 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ്. ഇത് നല്ല മൽച്ചന്തേരിയുടെ സ്റ്റഫാണ്. മൽച്ചന്തേരിയുടെ സ്റ്റഫാണ്. ഇത് കണ്ടോ, സിൽവറാണ് അതിൻ്റെ കൂടെ പോയിരിക്കുന്ന ആ ഒരു ബോർഡർ. അന്ന് കാണിച്ച ഇവിടുത്തെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. അന്നത്തെ ഡിസൈൻ വേറൊരു ഡിസൈൻ, ചെറിയ നേരിയ വ്യത്യാസമുള്ളൂ. ഈ സാരി കിട്ടിയിട്ട് 6 പേർക്കേ കൊടുത്തുള്ളൂ. ആരോ 1, 2, 3 പേരും കണ്ടേ പറഞ്ഞു നല്ല സാരിയായിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. സ്റ്റഫ് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഇത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റഫ്, നല്ല നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള സ്റ്റഫ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ റേറ്റിന് നല്ല ഒന്നാന്തരമായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള പാർട്ടി വെയർ സാരി. ഇതിപ്പോൾ വന്നിട്ട് ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡ്. ഇതാണ് മുന്താണി കേട്ടോ. ബ്ലൗസ് വന്നിട്ട് ഈ ലൈൻസ് വരുന്നതാണ് ബ്ലൗസ്. ബ്ലൗസിൻ്റെ അറ്റത്തും ഈ ഒരു ബോർഡർ ഉണ്ട്. നല്ല ഒരു വെറൈറ്റി ഹെവി പാർട്ടി വെയർ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ലൊരു ഭംഗിയുള്ള പാർട്ടി വെയർ. കണ്ടോ പൗഡർ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ്. ഓവറായിട്ട് ഒത്തിരി അങ്ങ് ഇത് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറുപടി പറഞ്ഞു അടുക്കത്തേ ഉള്ളൂ. ഡിസ്കൗണ്ട് സെയിലിന് അങ്ങനെയൊരു കുഴപ്പം. ഇതാ അതിൻ്റെ തന്നെ അന്നത്തെ കളർ ചാർട്ട് തന്നെ കേട്ടോ. അന്നത്തെ കളർ ചാർട്ടിനകത്തെ തന്നെ ഓർമ്മ. ചെറുപയർ പച്ചയും മസ്റ്റാർഡും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. നല്ല അടിപൊളിയായിട്ട് ഫങ്ഷൻസ്. നമുക്ക് ഒട്ടും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. ഇത് ശരീരത്തേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ ഇടുമ്പോൾ തന്നെ നല്ല കൂളിംഗ് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ ഒരു കുത്തിക്കൊള്ളലോ പരവേശമോ അയ്യോ ഇനി അങ്ങോട്ട് വേനൽക്കാലമോ ഫംഗ്ഷനൊക്കെ വിളിച്ചു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേനും ഈ വേനൽക്കാലത്ത് വിളിക്കുമ്പോൾ പോലും ഭയങ്കര അയ്യോ എന്നാ ചെയ്യും. അതേസമയം ഇപ്പോൾ കല്യാണങ്ങളൊക്കെ വൈകുന്നേരങ്ങളിലാക്കുന്നുണ്ട്. അതാണ് നല്ലതല്ലേ. ഏറ്റവും നല്ല സമയം സത്യം പറഞ്ഞാൽ വൈകുന്നേരങ്ങളാണ്, സന്ധ്യാസമയമാണ്. കാരണം എന്നെപ്പോലുള്ള മഹതികളൊക്കെ ജനിച്ച സമയം സന്ധ്യാസമയം. ഞാൻ വൈകുന്നേരം 6:05 ജനിച്ച. എനിക്ക് എന്നാന്നറിയത്തില്ല, അതുകൊണ്ടും വല്ലതും ആണോ ഇനി അങ്ങനെ ഒരു പ്രകൃതിയുടെ വല്ലതും ഇതുണ്ടോ അതെനിക്കറിയത്തില്ല. എനിക്ക് സന്ധ്യാസമയം ഞാൻ ഇഷ്ടമാണോ, എനിക്കൊരു പ്രത്യേകതയാണ്. പ്രകൃതിയിലോട്ട് ഇങ്ങനെ അലിഞ്ഞിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടം ആ സമയത്ത് എവിടെയെങ്കിലും വെറുതെ ഡ്രൈവ് പോവുക, അങ്ങനെയൊക്കെ ഇഷ്ടം. അതുകൊണ്ട് സന്ധ്യാസമയത്ത് ഫംഗ്ഷനൊക്കെ വെക്കുമ്പോൾ എല്ലാവർക്കും നല്ലതല്ലേ. ഈ പകലത്തെ ഈ ചൂടത്ത് നട്ടുച്ചയ്ക്കൊക്കെ ഇപ്പോൾ കല്യാണങ്ങൾക്ക് ഒത്തിരി വൈകുന്നേരം ആക്കിയിട്ടുണ്ട്. നട്ടുച്ചയ്ക്കത്തെ ചൂട് സഹിച്ച് പരവേശവും സഹിച്ച് വിയർത്ത് കുളിച്ച് ഫുഡും കഴിച്ച് ഓർണമെൻറ്റ്സ് ഇട്ട് പെണ്ണുങ്ങളൊക്കെയാണ് സാരിയൊക്കെ വാങ്ങിച്ചിട്ട് എന്ത് പാടല്ലേ. നെഗറ്റീവ്സ് പറയില്ലെന്നാണ് പറയുന്നത്. എന്നാലും പിന്നെ കഷ്ടപ്പാട് പോസിറ്റീവ് ആക്കി എടുക്കുവാണേ. കഷ്ടപ്പാടുകളുള്ളതല്ലേ ജീവിതം എന്ന് പറയുന്നത്. അതെല്ലാമല്ലേ സന്തോഷം എന്നാന്ന് അറിയത്തുള്ളൂ അല്ലേ. സങ്കടം എന്നാന്ന് അറിയാനല്ലേ സന്തോഷം എന്നാന്ന് അറിയാൻ പറ്റുള്ളൂ. പച്ച കളറ്, നല്ലൊരു പച്ച. എന്നാ പച്ചയാന്ന് ചോദിച്ചാൽ കരിമ്പച്ചയല്ല, തെളിഞ്ഞ പച്ച, നല്ലൊരു പച്ച. അതിൻ്റെ കൂടെ സിൽവർ. ഈ പച്ചയിലൊക്കെ ഈ സിൽവർ പോയിരിക്കുന്നത് ഇതിൻ്റെ അകത്തല്ലോ. ഇത് പ്രിന്റ് അല്ല കേട്ടോ, വീവിങ് ആണ് ഇത് ഫുൾ. അതാണ് ഈ സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഫുള്ള് വീവിങ്ങാ. വീവിങ് എന്ന് പറഞ്ഞാൽ കുത്തിക്കൊള്ളുന്ന വീവിങ്ങും അല്ല. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഇത് കണ്ടോ, സോഫ്റ്റ് ആയിട്ട് ചെയ്തെടുത്തിരിക്കുക. പ്രിന്റ് ആണെങ്കിൽ ഈ സാരിക്ക് ഡിമാൻഡ് കിട്ടത്തില്ല. പ്രിന്റ് അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത്രയും നിറച്ചും വീവ് ചെയ്ത് 1499 നമ്മൾ സെയിൽ ചെയ്തിരുന്ന സാരിയാണ് ഇപ്പോൾ 899. 1499 ആയിരുന്നു തോന്നുന്നു കേട്ടോ. ഞാൻ നോക്കിയില്ല, കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മ ഞാൻ പറഞ്ഞു. ഇതൊക്കെ കിടപ്പുണ്ട് കാര്യം. ഇതാ തവിട്ട കളർ അല്ലെങ്കിൽ ബ്രിക്ക് റെഡ് കളർ. അന്ന് കിട്ടാതിരുന്നവരും പരിഭവം പറഞ്ഞവരുമൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് അപ്പം തന്നെ വാങ്ങിച്ചോ. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ച് അതങ്ങനെയാണോ അതിങ്ങനെയാണോ അതിതാണ് അത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ അപ്പുറത്തൂടെ സെയിൽ നടന്നു കഴിയും. അതാണ് പലർക്കും പറ്റുന്നത്. ഇത് വാടാമുല്ല കളറിൻ്റെ നല്ലൊരു ഷെയ്ഡ് കേട്ടോ. വാടാമുല്ല കളറിൻ്റെ തെളിഞ്ഞ ഷെയ്ഡല്ല, നല്ലൊരു ഷെയ്ഡാണ്. ഡാർക്ക് നല്ല ഞാൻ ഇതിന് പേരിട്ട് വിളിക്കുന്നത്. നല്ലൊരു ഷെയ്ഡാണ് വാടാമുല്ല കളറിൻ്റെ നല്ലൊരു ഷെയ്ഡ്. ബീട്രൂട്ടിൻ്റെ ഒക്കെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഷെയ്ഡ്. ബീട്രൂട്ടിൻ്റെ അത്രയും തന്നെ ഡാർക്ക് അല്ല, എന്നാൽ വാടാമുല്ലയുടെ ലൈറ്റും അല്ല അല്ലേ. ആണോ? എല്ലാം കേൾക്കുന്നുണ്ടോ? പച്ച പിസ്താഗിരി, വെറും പച്ചയല്ല, പിസ്താഗിരി. എനിക്കും ഇപ്പം വന്ന് ഈ പിസ്താഗിരിനോട് എവിടെയോ എന്തോ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സിനിമ ഡയലോഗ് പറഞ്ഞ പോലെ എന്തോ ഇഷ്ടമായി തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ എനിക്കിപ്പോൾ പിസ്താഗിരിയും ഭയങ്കര ഇഷ്ടം. നേരത്തെ എൻ്റെ ശ്രദ്ധയിലൊന്നും പെടാത്ത ഒരു കളറല്ലായിരുന്നു പിസ്താഗിരി.
അതുപോലെ ഒനിയൻ പിങ്ക് പണ്ടേ ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് പറയും, മഞ്ഞ ക്രീം രണ്ടും. ഇനി സിൽക്ക് സാരി കാണിക്കാം. സിൽക്ക് സാരി റിഡക്ഷൻ സെയിലിൽ ഇഷ്ടംപോലെ സെമി കാഞ്ചീപുരം സാരിയും അതും ഇതും എല്ലാം നിങ്ങൾക്കായി ഞാൻ ഓർഡർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ട് നമ്മൾക്ക് ഈസ്റ്ററും വിഷുവും എല്ലാം കഴിയുമ്പോഴത്തേനും ഇത് നമ്മുടെ സോഫ്റ്റ് സിൽക്കിൽ നല്ല ഫങ്ഷൻ വെയർ സാരി. ഈ സാരി ഡെയിലി വീഡിയോ കാണുന്നവർക്ക് നല്ല ഓർമ്മ കാണും. ഞാൻ ഓൺലൈനിൽ ഇഷ്ടംപോലെ സെയിലാക്കിയിട്ടുള്ള സാരിയാണ്. ഇതാണ് ബോഡി. ഇത് നിങ്ങൾ ഓർക്കും ഇത് ഓവർ തിളക്കമല്ല, ഇതിൻ്റെ കോപ്പർ വീവിങ് ആണ്. കോപ്പർ വീവിങ്ങിൽ കൂടെ പച്ച നമ്മുടെ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്, എന്നിട്ട് ഇവിടേക്ക് വരുമ്പോൾ ചില്ലി റെഡ് ബോർഡർ. നല്ല സൂപ്പറായിട്ടുള്ള കോമ്പിനേഷനാണ് പോയിട്ടുള്ളതാണ്. ഇതും ഈ പറഞ്ഞ പോലെ എന്തോ ഒരു റീസ്റ്റോക്ക് വന്ന സാരിയാണോ. ഒരു കാലത്ത് എല്ലാവർക്കും ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഞാൻ അപ്പോൾ ഓർക്കുമായിരുന്നു പണ്ടൊക്കെ കാഞ്ചീപുരം സാരിയൊക്കെ വാങ്ങിക്കാൻ ഈ മനുഷ്യന്മാരെ എന്തോ. എൻ്റെയൊക്കെ കല്യാണത്തിൻ്റെയൊക്കെ സമയത്ത് തന്നെ ഇങ്ങനത്തെ സിൽക്ക് സാരികൾക്കൊക്കെ ഭയങ്കര റേറ്റാണ്. 1199 ഇപ്പോഴത്തെ വില 799. ഇനി അതിൻ്റെ തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല. സെയിം സാരി അത് തന്നെ എൻ്റെ വേറെ കളർ. അത് ബോട്ടിൽ ഗ്രീനും ചില്ലി റെഡും. എനിക്ക് ബ്ലൗസ് കാണിച്ചല്ലോ, ഇട്ട കാണിക്കാം കേട്ടോ. എന്താടി കാണിച്ചോ ഉറപ്പാണോ? ഒരു ഇല്ല എനിക്ക് 2 യാത്ര പ്രാന്തിയാണെന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ 2 ദിവസം ചള്ളടിച്ച് പോകാത്തോണ്ട്. സഫയർ ബ്ലൂ ആണോ ഗ്രീൻ ആണോ? ഗ്രീൻ, സഫയർ ഗ്രീൻ കളറും കോപ്പർ ഷെയ്ഡും. ഇത് തിളക്കമുണ്ട്, ഗ്ലോ ഉണ്ട്, ഉറപ്പായിട്ടും ഗ്ലോ ഉണ്ട്. ഗ്ലോ ഇല്ലയെന്ന് ഞാൻ പറയുന്നത് കാരണം ഇത് സിൽക്ക് സാരിയാണ്, അതിനുറപ്പായിട്ടും ഗ്ലോ കാണും. സിൽക്ക് നൂലാണ് ഇതിൽ പോയിരിക്കുന്നത്. പ്യുർ സിൽക്ക് അല്ല, സെമി സിൽക്ക്. എന്നിട്ട് കോപ്പർ, ഇത് കണ്ടോ, ഈ ബോർഡർ കാണും, കോപ്പറാണ് ഇതിൻ്റെ നൂല് വീവിങ് പോയിരിക്കുന്നത്. അതിൻ്റെയാണ് ആ കോപ്പറിൻ്റെ ഷെയ്ഡിലോട്ട് കളറിലോട്ട് ലൈറ്റും കൂടെ അടിച്ച് കഴിയുമ്പോൾ നല്ല തിളക്കമാണ്. പിന്നെ തിളക്കമുണ്ട്, തിളക്കം ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. ഇതാണ് ബ്ലൗസ് കേട്ടോ. ബ്ലൗസ് ഇത് കണ്ടോ, കൈയുടെ അറ്റത്ത് ഈ ഒരു ബോർഡർ വരും. ഓൾ ഓവർ ബോഡീസ് ബുട്ട, കോപ്പർ വീവിങ് ബുട്ട. മുന്താണി ഇതേണ്ട ഇങ്ങനെ കണ്ടോ. ഇതാ മുന്താണി. ഇനി ഇതിൻ്റെ ഒരു കനം ഞാൻ കാണിച്ചുതരാം. ഇതുണ്ട്, ഇതാ കനമേ ഇല്ല, സോഫ്റ്റ് കാഞ്ചീപുരം സാരി. ഇത് കാഞ്ചീപുരം എന്നല്ല പറഞ്ഞത്, കാഞ്ചീപുരം സാരി അവിടെ മനുഷ്യന് ഇഷ്ടം തോന്നാൻ കാരണം ഏറ്റവും കൂടുതൽ അതിൻ്റെ ആ ഒരു ഖനമില്ലായ്മ. അയ്യോ മാറിപ്പോയി, ഇല്ലേ പോയില്ല. ഇത് ഈടെ വന്ന സാരിയെ പോലെ എനിക്ക് ഇരിക്കുന്നു. ഇങ്ങനത്തെ സാരി വരുന്ന പല മെറ്റീരിയൽ, ഹാൻഡ്ലൂം കോട്ടണയിലും ബംഗാൾ കോട്ടണയിലും ജയ്പൂർ കോട്ടണയിലും എല്ലാം വരുന്നത്. അതാണോ എന്നൊരു ഡൗട്ട്. അതാണെങ്കിൽ ഇത് വീഡിയോയ്ക്കകത്തുനിന്ന് കട്ടാവും. 1350 രൂപ വിലയുണ്ട്. ഒറിജിനൽ പ്രൈസ് 899 രൂപ ഇപ്പോഴത്തെ പ്രൈസ്. ഇതാ നോക്കാം, നമ്മുടെ ട്രഡീഷണൽ ഡിസൈനാണ്. ഇങ്ങനെ ബോർഡർലെസ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ സ്ക്വയർ ഇത് വന്ന് എന്നിട്ട് ഈ ഒരു മാംഗോ ബോർഡർ പ്രിൻറ്റും ഒക്കെ ആയിട്ട് അടിപൊളി സാരി. നിങ്ങൾ ഇതിൻ്റെ മുന്താണി നോക്ക്, മെറൂണും ബ്ലാക്ക്, നല്ല ബ്ലാക്കിൽ കൂടെ ആ ഒരു സിൽവർ ബ്ലാക്ക് മെറ്റൽ ഷെയ്ഡും കൂടെ പോയി കഴിയുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ. പറഞ്ഞ പോലെ ഏത് ഏജ് ഗ്രൂപ്പിനും ഏതാൾക്കും നന്നായിട്ട് ഇണങ്ങും. ബ്ലാക്ക് മെറ്റലിൻ്റെ ഓർണമെൻറ്റ്സും കൂടെ ഒക്കെ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ സാരി ഒത്തിരി നല്ലതാണ്. കണ്ടോ, നല്ല സാരി. ഞാനിങ്ങനെ ഇരുന്നോണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ എത്ര മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അടിപൊളിയാണ്. ഞാൻ പറയട്ടെ, ഇത് വെയർ ചെയ്യുമ്പോൾ ഇത് ഒരു ഫംഗ്ഷന് വെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ബ്ലാക്ക് മെറ്റലിൻ്റെ ഓർണമെൻറ്റ്സ് ഇടണം, അല്ലെങ്കിൽ ബ്ലാക്ക്, അറ്റ്ലീസ്റ്റ് ബ്ലാക്ക് എങ്കിലും ഇടണം. അടിപൊളി, വേറെ ഒരു നമ്മളൊക്കെ ഒരു ആൻറ്റി സ്റ്റൈൽ ഗെറ്റപ്പ് ആയിരിക്കും അതിന് കിട്ടുന്നത്. എൻ്റെ വില പറഞ്ഞല്ലോ അല്ലേ? പറഞ്ഞോ, നോട്ട് ചെയ്യണ്ടായിരുന്നോ? അയ്യോ അതെന്നാ പരിപാടിയായിപ്പോയി, മറന്നുപോയോ? ഇതേ മുമ്പത്തെ സാരി വീണ്ടും ചടി വീഴുന്നു, മിക്സ് ചെയ്താൽ വെച്ചിരുന്നു. മുമ്പേ ഇച്ചിരി മുന്നേ കാണിച്ചില്ലേ, അതിൻ്റെ ഇടയ്ക്ക് അത് കയറി വന്നു. അതാ എനിക്കൊരു ഡൗട്ട് വന്നത്, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടെന്ന്. അത് സെയിലിനുള്ളതാണോ? ഇതാ വയലറ്റ്, നല്ലൊരു വയലറ്റ് വിത്ത് ബ്ലൂ, നല്ലൊരു വയലറ്റ് ആട്ടോ ബോഡിയുടെ കളറ്.
എൻ്റെ സോഫ്റ്റായിട്ട് ശരീരത്തേക്ക് ഒട്ടിക്കിടക്കുന്നതെന്ന് നോക്ക്. മുന്താണി വന്നിട്ട് വേണ്ടേ ഇങ്ങനെ ഇതുവരും ബ്ലൗസ്. ഇതുണ്ടോ ഇവിടെ നോക്കിക്കേ, നല്ല രസമല്ലേന്ന്. ഇനി ഒരു കോപ്പറിനും സിൽവറിനും കോപ്പറിനും ഭയങ്കര എല്ലാ കാലത്തും ആൾക്കാർക്ക് ഇഷ്ടം. ഇതാണ് ഇതിൻ്റെ മുന്താണി, ഫസ്റ്റിൽ കാണിക്കുന്ന മുന്താണി, സെമി സിൽക്ക് സാരി മുന്താണിയത്. ബോഡി രണ്ട് ഇങ്ങനെ വരും. വീവിങ് ആണോ പ്രിൻ്റ് ആണോ നോക്കട്ടെ. വീവിങ്, പ്രിൻ്റ് അല്ല. ഇതെല്ലാം വീവ് ചെയ്തിരിക്കുന്ന നല്ല കണ്ടു കഴിഞ്ഞാൽ പ്രിൻ്റ് എടുത്ത പോലെ തന്നെ ഒരു കണക്കിന് സമ്മതിക്കണം അല്ലേ. ഇത്രയും പെർഫെക്ഷനോടെ അത് വീവ് ചെയ്ത് ഇത് കണ്ട പ്രിൻ്റാന്നല്ലേ തോന്നുള്ളൂ. ഇത് പ്രിൻ്റ് അല്ല, അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ വീവ് ചെയ്തിരിക്കുന്ന അത്രയും പെർഫെക്ഷനോടെ അത് വീവൊക്കെ ചെയ്തെടുക്കുന്നവരല്ലേ. മെഷീനായിരിക്കും ചെയ്യുന്നത്, മെഷീൻ എംബ്രോയിഡറി, മെഷീൻ വീവിങ് ആയിരിക്കും. എനിക്ക് നമുക്ക് അതിനെപ്പറ്റി ചിന്തിച്ച് തല കൊണ്ടാക്കണ്ട. എന്നാലും ഞാൻ ഓർക്കാം ഓരോ നമ്മളിപ്പോൾ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോഴേ ഓരോ ബിൽഡിങ്ങുകൾ, ഇപ്പം നിസ്സാരം ഒരു പൂന്തോട്ടം കണ്ടു കഴിഞ്ഞാൽ പോലും അവിടെ വെട്ടി ഒരുക്കി വെക്കുന്നൊക്കെ ഉണ്ടാകും. നമ്മളോർക്കും ഓരോ മനുഷ്യനും എന്തെല്ലാം കഴിവുകളും എന്തെല്ലാം ബുദ്ധികളും മാറ്റാൻ ജനിക്കുന്നു. ഇതെല്ലാം മനുഷ്യൻ നിർമ്മിതമല്ലേ. മനുഷ്യൻ കണ്ടുപിടിച്ച യന്ത്രങ്ങളാൽ നിർമ്മിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ പോലുമേ മനുഷ്യൻ്റെ തലയല്ലേ. അപ്പോൾ എന്നാ ഒരു ജീവി മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലേ. ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അതൊക്കെ ചിന്തിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂർ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഇങ്ങനെ പോകും, മെട്രോയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കെട്ടിടങ്ങൾ ഇങ്ങനെ കാണുമ്പോഴത്തേന് ഞാനിങ്ങനെ ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയതല്ലേ എന്ന് പറഞ്ഞോളെ. ഇത് കഴിവുകളുടെ അപാര സിദ്ധികളുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. പക്ഷെ പലരും ആ സിദ്ധികളൊന്നും തിരിച്ചറിയപ്പെടാതെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം കഴിവുകേടുകളും തന്നെ മാത്രം വിചാരിച്ച് അവനവൻ്റെ ജീവിതം തീർക്കും. എന്തെല്ലാം അപാര സിദ്ധികൾ നമ്മളിലുണ്ടെന്ന് നമുക്ക് പോലും അറിയത്തില്ല പലപ്പോഴും. സത്യമല്ലേ, ഞാൻ പറഞ്ഞ സത്യമല്ലേ അല്ലേ? എല്ലാ സിദ്ധികളും അറിയാമോ? നിന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഇത് ബ്ലൗസ്. ഇവിടെ ഉള്ളവർക്കൊക്കെ അവരുടെ സിദ്ധികളെല്ലാം അറിയാം. അതെനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ സിദ്ധികളെ പറ്റി എനിക്ക് നല്ല സൂപ്പറായിട്ട് അറിയാം. അയ്യോ വില പറയും ഇങ്ങോട്ടെടുക്ക. സിദ്ധികളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന റേറ്റ് നോക്കാൻ പറഞ്ഞു. 299 രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ്. ഇപ്പോഴത്തെ വില 599 രൂപ. ഇനി വേറെ 2 സാരിയും കൂടെ കാണിച്ചിട്ട് ഞാൻ വേഗം പരിപാടി നിർത്തിയേക്കാം. പരിപാടി നിർത്തിയാൽ ആർക്കും കൊള്ളാം, എല്ലാവർക്കും കൊള്ളാം അല്ലേ. ഇതാ നല്ല ഫുൾ ബോഡിയിൽ ഇങ്ങനെ കോപ്പർ വീവിങ് വരുന്ന നല്ലൊരു എന്താ കളർ എന്ന് വെച്ചാൽ ടീൽ ബ്ലൂവിൻ്റെ നല്ലൊരു ഷെയ്ഡാണ്. ടീൽ ബ്ലൂ എന്ന് ടീൽ ബ്ലൂയെ കൂടെ കോപ്പർ ഷെയ്ഡ്, നല്ലൊരു ഷെയ്ഡാണ് ടീൽ ബ്ലൂവിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ പീച്ച് എന്ന് പറഞ്ഞാൽ പോലും നമുക്കതിനകത്ത് നമുക്ക് ചില കളറുകൾ എടുക്കുമ്പോൾ ഇതാണ് മുന്താണി കേട്ടോ. ഇങ്ങനെ ടാസിലെല്ലാം ചെയ്ത മുന്താണി. ബ്ലൗസ് വരുമ്പോൾ എന്ത് ഈ പ്ലെയിൻ വരും. പ്ലെയിൻ്റെ അറ്റത്ത് ബോർഡറുണ്ട്. ഇതുണ്ടോ ഇങ്ങനെ ബോർഡറുണ്ട്. നല്ല സാരിയാണ്. നിങ്ങൾ അതിൻ്റെ ആ കോമ്പിനേഷൻ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഇതുണ്ടോ ഇങ്ങനെ മുന്താണി ഒരു സാരി. ഇനി ഇതിൻ്റെ വിലയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സാരിയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പരിപാടി ക്ലോസ് ചെയ്യാം. അത് എടുത്തപ്പോഴും ഞാൻ അതിൻ്റെ വില കണ്ടതാണല്ലോ. നോക്കട്ടെ, ഇതിൻ്റെ വില ഇപ്പോഴത്തെ വില 950 രൂപ. അല്ല, ഒറിജിനൽ വില 950 രൂപ. ഇപ്പോഴത്തെ വില 650 രൂപ. ഈ ഒറ്റ സാരി കൊണ്ടുണ്ട്, സോഫ്റ്റ് സിൽക്ക് സാരി. ഭയങ്കര എടുത്ത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അത്രയ്ക്ക് സോഫ്റ്റാണ് പിടിക്കുമ്പോൾ. നേവി ബ്ലൂ വിത്ത് ഡാർക്ക് മജന്ത, ഡാർക്ക് പിങ്ക്, നല്ലൊരു പിങ്ക് ഉണ്ടോ. ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾ നോക്ക്. കണ്ടോ ബ്ലൗസ് വന്നിട്ട് ഈ ഒരു മജന്ത തന്നെ ബ്ലൗസ് കണ്ടോ. ഇത് വരും ബ്ലൗസ് പ്ലെയിൻ ആണേ.
പക്ഷേ കയ്യിൽ ബോർഡർ ഉണ്ട്. ഇതാണ് ബ്ലൗസിൻ്റെ കയ്യെ വന്നിരിക്കുന്ന നല്ല മാംഗോ പ്രിൻ്റ് ബോർഡർ. അതായത് ഈ കാണുന്നില്ലേ, ഈ കാണുന്ന സാധനമാണ് കയ്യെ ബോർഡറായിട്ട് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്, നല്ലൊരു കോമ്പിനേഷനാണ്. നേവി ബ്ലൂവും പിങ്കും, ഡാർക്ക് പിങ്ക്, ലൈറ്റ് പിങ്ക് അല്ല ഡാർക്ക് പിങ്കാ. ഞാൻ ഇതിൻ്റെ റേറ്റും കൂടെ പറയാവേ. റേറ്റ് പറയട്ടെ, 890 രൂപ. ഇപ്പോഴത്തെ വില 450 രൂപ. അപ്പോൾ ഇന്നത്തെ ഓഫർ സെയിൽ തീർന്നു. ഇതെല്ലാം ഓർക്കണം, ഒറ്റ പീസ് വെച്ച് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓർഡർ ചെയ്താൽ അപ്പം തന്നെ ക്യാഷ് അടച്ചാലേ കിട്ടത്തുള്ളൂ. നമുക്കിത് ഹോൾഡ് ചെയ്യാനുള്ള സമയം പോലും ഇല്ല. കാരണം വളരെ കുറച്ച് സാരി, ഇത്ര എണ്ണം കാണിച്ചാൽ ഇത്ര എണ്ണം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 10 സാരി കാണിച്ചാൽ 10 സാരി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പീസും കൂടെ സ്റ്റോക്ക് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഓഫർ സെയിലായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എന്നാണ്ട് വിശേഷം? എല്ലാം കഴിഞ്ഞപ്പോഴാണ് ചോദിക്കുന്നത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു, ടാറ്റാ.